വെള്ളാപ്പള്ളി നടേശനെ കാത്തിരിക്കുന്നത് ജയിലോ? ഈ ചോദ്യത്തിന് കാരണമുണ്ട്. ഗുരുതരമായ കേസുകളിൽ ഇനിയും വിധി വന്നിട്ടില്ല, കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലം SN കോളേജ് കനക ജൂബിലി ഫണ്ട് തിരിമറി കേസ് സുപ്രീം കോടതിയിലും, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസും വെള്ളാപ്പള്ളിയുടെ കെണിയിലും ചതിയിലും പെട്ട് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായി കള്ളക്കേസിൽ കുടുക്കി ഒടുവിൽ കണിച്ചുകുളങ്ങരയിലെ ഓഫീസ് മുറിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മഹേശ്വരന്റെ കേസിലെ പോലീസ് അന്വേഷണ റിപ്പോർട്ടിനെതിരെ മഹേശ്വരന്റെ ഭാര്യ കൊടുത്ത കേസും ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. ഈ കേസുകളെല്ലാം നടേശന്റെ തട്ടിപ്പ് പിടിക്കുന്നതാണ്. ആൾ വെറുതെ അല്ല കേന്ദ്രത്തിൽ മോദിയെയും കേരളത്തിൽ പിണറായി വിജയനും വിടാതെ പിടിച്ചു നടക്കുന്നത്. ആകെ ഇനി പിടുത്തം കിട്ടാത്തത് കോടതി മാത്രമാണ്. 3 കേസും ഡെമോക്ലിസിന്റെ വാൾമുന പോലെ വെള്ളാപ്പള്ളിയുടെ തലയ്ക്കുമീതേ ഉണ്ട്. പിണറായി ഒപ്പമുള്ളപ്പോൾ തനിക്ക് ആരെ പേടിക്കണമെന്നൊരു അഹംഭാവം വെള്ളാപ്പള്ളിയുടെ വാക്കിലും നോക്കിലും ശരീരഭാഷയിലും ഒക്കെ പ്രകടമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പല നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ പിണറായിയുടെ നാക്കായി പ്രവർത്തിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പ് സംഭവത്തിലുമൊക്കെ പിണറായിയെ സ്തുതിച്ചും നമിച്ചും ഒപ്പം നിന്നു. അയ്യപ്പന്റെ സ്വർണം കടത്തിയവനും മോഷ്ടിച്ചവനും ഒത്താശ ചെയ്തവനും ഒക്കെ പണി കൊടുത്ത കൂട്ടത്തിൽ അയ്യപ്പ സംഗമത്തിന് പമ്പ വരെ വന്നിട്ടും തന്നെ കാണാൻ കൂട്ടാക്കാതെ തന്നെക്കാൾ വലിയവൻ പിണറായിയാണ് എന്ന ഗർവിലും പിണറായിയുടെ കാറിൽ ഒപ്പം യാത്ര ചെയ്തതിന്റെ ഹുങ്കിലും അർമാദിച്ചവന് ഒരു പണിയാകട്ടെ എന്ന് അയ്യപ്പനും അങ്ങ് വിചാരിച്ചപ്പോൾ ഹൈക്കോടതി വിധിയിലൂടെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ പടിക്ക് പുറത്തായി. പത്മവിഭൂഷൺ കിട്ടി ഞെട്ടി നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടിയിട്ട് അധികം നാളായില്ല. അതൊന്ന് ആഘോഷിക്കാനുള്ള തയ്യാറെടുക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ പ്രഹരം. അപ്രതീക്ഷിതമായി കിട്ടിയ പത്മവിഭൂഷൺ പോലെ തന്നെ ആയിപ്പോയി വെള്ളാപ്പള്ളിക്ക് ഈ അപ്രതീക്ഷിത ഹൈക്കോടതി വിധിയും. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമനും വൈസ് പ്രസിഡന്റും BDJS സംസ്ഥാന പ്രസിഡന്റുമായ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ദേവസ്വം സെക്രട്ടറി സന്തോഷും എല്ലാം പുറത്തായി. ഇതിനിടെ നിർണായകമായ ഒരു നീക്കം ശിവഗിരി മഠം നടത്തിയിരിക്കുന്നു. കോടതി ആട്ടിപ്പായച്ച നടേശനെ ഇനി ശിവഗിരി മഠത്തിനും വേണ്ട. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ നീക്കിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. കോടതി വിധി ശ്രീനാരായണ ഭക്തർക്ക് ആശ്വാസമുള്ള പ്രഖ്യാപനമാണ് എന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് പറയുന്ന ദുരവസ്ഥ പോലും ഉണ്ടായി. അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ ഇത്തരമൊരു മാറ്റം ഉണ്ടാവേണ്ടതും ഇനി നല്ല രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടാവേണ്ടതും SNDP യോഗത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും നവോത്ഥാന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും ആവശ്യമാണ്. SNDP വെറും അയൽക്കൂട്ടമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. പല പദവികളുടെ പടികൾ കയറിയല്ല 1996 വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ തലപ്പത്ത് എത്തിയത്. സംഘടനയിൽ അതുവരെ ഒരു സ്ഥാനവും വഹിക്കാതെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ 30 വർഷം പൂർത്തിയാക്കുന്നതിന്റെയും പത്മഭൂഷൺ ബഹുമതി കിട്ടിയതിന്റെയും ആഘോഷങ്ങളും സ്വീകരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോടതി വിധിയുടെ രൂപത്തിൽ അപ്രതീക്ഷിത തിരിച്ചടി. നടേശന് നൽകിയ പത്മഭൂഷൺ ഇപ്പോൾ BJPക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ നിർദ്ദേശവും പത്മഭൂഷൺ നൽകാൻ ഉണ്ടായിരുന്നു. ഇത്തരം അവാർഡുകളുടെയും ബഹുമതികളുടെയും മൂല്യം തന്നെ ഇത്തരം ആളുകൾക്ക് നൽകിയാൽ നശിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. നടേശൻ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കി വൻകിട കരാറുകാരനായി പേരെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു SNDP യോഗത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വെള്ളാപ്പള്ളിയുടെ കടന്നുവരവ്. 1996 ജനുവരി 27 SN ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം നവംബർ 17 SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായി. ന്യൂസ് ഡെസ്ക് കർമാനസ്.